ഫോർത്തിലായി, തേർഡിലായി, സെക്കൻഡിലായി, ഫസ്റ്റിലായി. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ റഫ് മാച്ചിങ് ചെയ്യുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവരും നല്ല എനർജിയിലും നല്ല പവറിലൊക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് വന്നിരിക്കുന്നു പറയുമ്പോഴത്തേനും ഗിയർ ഷിഫ്റ്റിങ്ങിന് തന്നെ ഒരു വീഡിയോ ആണ്. എങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് ഗിയർ അപ്പ് ചെയ്യാം, ഡൗൺ ചെയ്യാന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസായിട്ട് നമ്മൾ ബിഗിനേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള കണ്ടന്റുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് വണ്ടി എങ്ങനെ ഓടിക്കാം, ഗിയർ ഷിഫ്റ്റിംഗ് എങ്ങനെ ചെയ്യാം, ട്രാഫിക്കിൽ എങ്ങനെ വണ്ടി ഓടിക്കാം, അങ്ങനത്തെ കുറച്ച് കണ്ടന്റുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ആ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 7-8 ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് ഇതിൻ്റെ ഇടയിൽ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ സെപ്റ്റംബർ 6-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ കാര്യങ്ങളിലൊക്കെ അങ്ങ് ഇതായിപ്പോയി. പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി സമയം കിട്ടില്ല ഗൈസ്. ഇപ്പോൾ എക്സാം കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ വന്നിരിക്കുന്നത്. ഇപ്പം അടുത്ത് നമ്മുടെ ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇത്ര ലാഗ് ആയത്. ഇനി കറക്റ്റായിട്ടൊരു 2-3 ദിവസം ഗ്യാപ്പിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ് ഞാൻ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്തായാലും ഡൗൺ ഷിഫ്റ്റിങ്ങിനെയും അപ്പ് ഷിഫ്റ്റിങ്ങിനെയും പറ്റിയാണ് പറയുന്നത്. പിന്നെ കുറച്ച് നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഇതിൽ ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ്, വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ മോട്ടോർ സൈക്കിൾ റിവ്യൂസും മോട്ടോ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. ചാനൽ നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൊണ്ട് എനേബിൾ ചെയ്യുക. അപ്പോൾ എന്തായാലും ഗൈസ്, വീഡിയോയിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, അപ്പം ഇതായിരിക്കും നമ്മുടെ ഈ വീട്ടിൽ നിന്നുള്ള ഏറ്റവും അവസാനത്തെ ഉള്ളൊരു വ്ളോഗ്. അപ്പം കുറച്ച് ദിവസത്തിൽ നമ്മളിവിടെ നിന്ന് പോകും. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഗിയറിൻ്റെ ഡൗൺ ഷിഫ്റ്റിങ്ങിനെ പറ്റി പറയാം. അപ്പം ഡൗൺ ഷിഫ്റ്റിങ്ങിനെ പറ്റി പറയുന്നതിന് മുമ്പ് ഗിയർ ഷിഫ്റ്റിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഒരു വളരെ ബേസിക്കായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പം മൂവിങ്ങിലാണെന്നുണ്ടെങ്കിൽ ഗിയർ മാറുമ്പോഴത്തേക്കും നമ്മളെന്തെങ്കിലും ആക്സിലേറ്റർ കൊടുത്തിട്ടായിരിക്കും പോകുന്നത്. കൊടുത്തിരിക്കുന്ന ആക്സിലേറ്റർ കംപ്ലീറ്റ് ആയിട്ട് വിട്ടിട്ട് നേരെ ക്ലച്ച് പിടിച്ച് താഴെ ഗിയർ മാറുക. ഓക്കെ, ഇങ്ങനെയാണ് നടക്കുന്നത് ഗിയർ ഷിഫ്റ്റിംഗ്. അപ്പം ഇതിൻ്റെ ഡൗൺ ഷിഫ്റ്റിങ്ങും അപ്പ് ഷിഫ്റ്റിങ്ങും കറക്റ്റായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഒരു ഗിയർ ഷിഫ്റ്റിംഗ് പാറ്റേൺ ആയിട്ട് വരുന്നതെന്ന് പറയുമ്പോഴത്തേനും ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക വണ്ടികൾക്ക് നമുക്ക് യൂണിവേഴ്സൽ ഗിയർ ഷിഫ്റ്റിംഗ് ആണ് വരുന്നത്. അതായത് ഫസ്റ്റ് ഗിയർ താഴെ ആയിരിക്കും, ആ ഫസ്റ്റ് ഗിയറിൻ്റെ മുകളിലായിരിക്കും ന്യൂട്രൽ, അതിൻ്റെ മണ്ടയിലായിരിക്കും സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്. ഓക്കെ, അപ്പം അങ്ങനെയല്ല മറ്റേ രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും താഴെ ന്യൂട്രൽ, പിന്നെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് അതുവരെ കാണുള്ളൂ. അപ്പം ഇതൊരു കറക്റ്റായിട്ടുള്ള രീതിയിൽ എങ്ങനെ നമുക്ക് ഡൗൺ ഷിഫ്റ്റും അപ്പ് ഷിഫ്റ്റും ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യമേ തന്നെ നമുക്ക് അപ്പ് ഷിഫ്റ്റിനെ പറ്റി നോക്കാം. അപ്പം ഇതെൻ്റെ കാലാണെന്ന് വയ്ക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കാല് എപ്പോഴും ഈ ഒരു ലിവറിൻ്റെ അടിയിലായിരിക്കും. ഇതാണ് ഗിയർ ലിവർ. ഈ ഗിയർ ലിവറിൻ്റെ അടിയിലായിരിക്കും നമ്മളെ കാലിരിക്കുന്നത്. ഏകദേശം കണ്ട് ഇങ്ങനെ. ഓക്കെ, അതായത് ഇങ്ങനെ ആയിരിക്കും നമ്മൾ കാല് വയ്ക്കുന്നത്. ഓക്കെ, ഇത് കണ്ടില്ല, ഈ ഒരു ഗിയർ നമുക്ക് ഇങ്ങനെ ആക്കാൻ പറ്റും. ആ ഒരു ഫ്രീ സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കാലെപ്പോഴും കയറ്റി ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വയ്ക്കുക. ഗിയർ മാറണം, എപ്പോഴും ഹോൾഡ് ചെയ്ത് വയ്ക്കേണ്ട. ഗിയർ മാറണമെന്ന് തോന്നുന്ന ആ സമയങ്ങളിൽ നമ്മൾ കാല് ജസ്റ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് കറക്റ്റ് എപ്പോഴും നിങ്ങൾക്ക് ഗിയർ മാറണം. അപ്പം ചെറിയൊരു പ്രഷർ മേളിലോട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗിയർ സ്മൂത്തായിട്ട് മാറി കിട്ടും. ഈ ഒരു ഫ്രീ സ്പേസിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് ഗിയർ അപ്പ് ഷിഫ്റ്റ് ചെയ്യുന്നത്. പിന്നെ കറക്റ്റായിട്ട് എങ്ങനെ നമുക്ക് ഡൗൺ ഷിഫ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നോർമലി ഗിയർ ചേഞ്ച് ചെയ്യണമെന്നൊക്കെ തന്നെ ആക്സിലേറ്റർ കംപ്ലീറ്റ് ആയിട്ട് ഡൗൺ ചെയ്ത് ക്ലച്ച് കംപ്ലീറ്റ് ആയിട്ട് പിടിച്ച് ഇങ്ങനെ മാറാം. പിന്നെ നമ്മൾ വണ്ടി മൂവിങ്ങിലാകുമ്പോഴത്തേനും കുറച്ച് കാര്യങ്ങളോട് നിങ്ങൾ ശ്രദ്ധിക്കണം. മൂവിങ്ങിലാകുമ്പോഴത്തേനും കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള ഡൗൺ ഷിഫ്റ്റിംഗ് നമ്മൾ ചെയ്യുമ്പോഴത്തേനും അതിനെ റഫ് മാച്ചിങ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. റഫ് മാച്ചിങ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഗിയർ ഡൗൺ നോർമലി ഞാൻ പറഞ്ഞില്ലേ, ആക്സിലേറ്റർ കൊടുത്ത് വെച്ച് ഗിയർ ചെയ്യും. എന്നിട്ട് നമ്മൾ കംപ്ലീറ്റ് ആക്സിലേറ്റർ ഡൗൺ ചെയ്ത് ക്ലച്ച് പിടിച്ച് ഗിയർ മാറും. റഫ് മാച്ചിങ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ക്ലച്ച് പിടിച്ചിട്ട് ആക്സിലേറ്റർ ജസ്റ്റ് ഒന്ന് ബ്ലിപ്പ് ചെയ്തിട്ട് ഗിയർ ഡൗൺ ചെയ്ത് ക്ലച്ച് പെട്ടെന്ന് വിടുക. അതായത് നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും. എന്നിട്ട് ആക്സിലേറ്റർ കംപ്ലീറ്റ് ആയിട്ട് ഡൗൺ ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ക്ലച്ച് പിടിക്കുമല്ലോ, ക്ലച്ച് പിടിച്ചിട്ട് ക്ലച്ച് റിലീസ് ചെയ്യണതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് ത്രോട്ടിൽ ഇങ്ങനെ ബ്ലിപ്പ് ചെയ്തിട്ട്, ആ ഒരു ത്രോട്ടിൽ ബ്ലിപ്പ് ചെയ്യുന്നതും ക്ലച്ച് വിട്ട് ഗിയർ മാറുന്നതും സഡൻ റിയാക്ഷൻ ആയിരിക്കും. ക്ലച്ച് വിട്ട് ഗിയർ ഡൗൺ ചെയ്യുന്നത് കറക്റ്റായിട്ട് പെട്ടെന്നായിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനെയാണ് റഫ് മാച്ചിങ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചിലർ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയിട്ട് വൂം 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 ഇങ്ങനെ നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് വണ്ടി സ്ലോ ആക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർ റഫ് മാച്ചിങ് ഉപയോഗിച്ചിട്ടാണ് വണ്ടിയുടെ ഗിയർ ഡൗൺ ചെയ്ത് വണ്ടി നിർത്തുന്നത്. അപ്പം ഈ ഒരു നമ്മുടെ റഫ് മാച്ചിങ് എന്ന് പറയുന്ന സാധനം
ഒരു 4500 RPM മണ്ടയിൽ നമ്മളെ വണ്ടി ഉള്ളപ്പോഴേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ കുറച്ച് സ്പീഡിൽ ഒരു 20-30 സ്പീഡിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റഫ് മാച്ചിങ് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു 4500 RPM മണ്ടയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് റഫ് മാച്ചിങ് ചെയ്ത് ഗിയർ ഡൗൺ ചെയ്യാൻ പറ്റും. അത് കേൾക്കാനും ഒരു സുഖമാണ്. പ്രത്യേകിച്ച് ഡ്യൂക്ക് 250 നമ്മൾ റഫ് മാച്ച് ചെയ്യുമ്പോഴത്തേനും വണ്ടിയിൽ ചെറുതായിട്ട് പൊട്ടും, ഇങ്ങനെ ടപ്പ് ടപ്പ് ടപ്പ്. അത് ഭയങ്കര രസമാണ് ഡ്യൂക്ക് 250 നമുക്ക് റഫ് മാച്ച് ചെയ്ത് വണ്ടി നിർത്താനായിട്ട്. അപ്പം ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ്. അപ്പം ഞാൻ പറഞ്ഞ കാര്യം മനസ്സിൽ വെച്ചിരിക്കുക. 4500 മണ്ടയിൽ 4500 RPM മണ്ടയിലാണെങ്കിൽ മാത്രമേ ഈ ഒരു റഫ് മാച്ചിങ് എന്ന് പറയുന്ന സാധനം പോസിബിൾ ആയിട്ടുള്ളൂ. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇവിടെ ഒരു നല്ലൊരു റോഡിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഗിയർ അപ്പ് ചെയ്യുന്നതെന്നും വണ്ടി ഓടിച്ചുകൊണ്ട് എങ്ങനെയാണ് അപ്പ് ചെയ്യുന്നതെന്നും ഡൗൺ ചെയ്യുന്നതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് റഫ് മാച്ചിനെ പറ്റിയൊക്കെ പറഞ്ഞുതരാം. അപ്പം റഫ് മാച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷേ ഗൈസ്, എൻ്റെ വണ്ടിയിൽ ചെറിയൊരു പ്രശ്നം കണ്ടുകൊണ്ട് ഈ ഒരു വാർണിംഗ് ഇൻഡിക്കേറ്റർ കിടക്കുന്നുണ്ട്. എൻ്റെ ABS ഫെയിലിയർ എന്നാണ് കാണിക്കുന്നത്. വണ്ടിക്ക് എന്തൊരു മുട്ടം പണി കിട്ടിയിട്ടുണ്ട്. അത് ഇനി സർവീസ് സെൻറ്ററിൽ പോയി നോക്കണം അതെന്താണ് സീനെന്നും. ABS ഫെയിലിയർ എന്നാണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു സെൻസറിൻ്റെ പ്രശ്നമായിരിക്കും. എൻ്റെ സ്പീഡോമീറ്ററും വർക്ക് ചെയ്യുന്നില്ല. അപ്പം ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ RP മീറ്റർ മാത്രമേ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ എന്തായാലും കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാം. ഓണാക്കി ഫസ്റ്റിലിട്ടു, വണ്ടി മൂവിങ് ആക്കി. കണ്ടില്ലേ, ഞാൻ ഇപ്പോൾ നേരെ ക്ലച്ചിൽ നിന്ന് വിട്ടു, ആക്സിലേറ്റർ കൊടുത്തു. ഓക്കെ, വീണ്ടും അപ്പ് ചെയ്യുമ്പോഴത്തേനും ഞാൻ ത്രോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഡൗൺ ആക്കിയിട്ട് ക്ലച്ച് പിടിക്കുന്നു, ജസ്റ്റ് ഗിയർ അപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, വണ്ടി ഐഡിലായിട്ടിരിക്കുമ്പോഴാണ്, അതായത് വണ്ടി മൂവ്മെൻ്റ് ഒന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു ക്ലച്ച് പോയിന്റിൽ നിർത്തി വണ്ടി മൂവ് ആയിട്ട് ക്ലച്ച് വിടേണ്ടത്. അതിനുശേഷം വണ്ടി മൂവിങ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലച്ച് പിടിച്ച് ഗിയർ മാറുക, ക്ലച്ച് വിട്ട് ആക്സിലേറ്റർ കൊടുത്ത് പോവുക. ഓക്കെ ഉള്ളൂ. ഇനി അടുത്ത് ഡൗൺ ഷിഫ്റ്റിംഗ് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ കുറച്ച് സ്പീഡിലോട്ട് പോയിട്ട് ഞാൻ ഒരു സാധനം ചെയ്യും. ഇപ്പോൾ എൻ്റെ വണ്ടി ഏകദേശം 6000 RPM ആണ് ടച്ച് ചെയ്തിട്ടിരിക്കുന്നത്. RPM വണ്ടി ഇരിക്കുന്നത്. ഇപ്പം എനിക്ക് വണ്ടി ഗിയർ ഡൗൺ ചെയ്യണം. 4th ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സൗണ്ട് ഉണ്ടോ? ഇപ്പം എൻ്റെ വണ്ടി 5th ഗിയറിലാണ്. എനിക്ക് ഗിയർ ഡൗൺ ചെയ്യണം. ആക്സിലേറ്റർ ഞാൻ ബ്ലിപ്പ് ചെയ്തു, എന്നിട്ട് ഗിയർ ഡൗൺ ചെയ്തു. ക്ലച്ച് പിടിക്കുന്നതിൻ്റെ കൂടെ തന്നെ ആക്സിലേറ്റർ ബ്ലിപ്പ് ചെയ്തിട്ട്, കണ്ടില്ലേ, ഇങ്ങനെ ചെയ്താൽ മതി. ഇതിനാണ് റഫ് മാച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനുള്ള ഉപയോഗം എന്ന് പറയുമ്പോൾ നമ്മുടെ എൻജിൻ്റെ ഗിയർ ബോക്സ് ഒട്ടും സ്ട്രെസ് ഇല്ലാതെ തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഒന്നുകൂടെ കാണിച്ചു തരാം. കണ്ടില്ലേ, അപ്പം ഇതിനാണ് റഫ് മാച്ചിങ് എന്ന് പറയുന്നത്. ഇപ്പം തോന്നുന്നു നമ്മൾ ഗിയർ ഡൗൺ ചെയ്യണതിന് മുമ്പായിട്ട് ജസ്റ്റ് ആക്സിലേറ്റർ ക്ലച്ച് പിടിക്കുന്ന ആ ഇതൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് നടക്കുന്നത്. നമ്മൾ ക്ലച്ച് പിടിക്കുന്ന ആ ടൈമിൽ തന്നെ ത്രോട്ടിൽ ബ്ലിപ്പ് ചെയ്യുക, ഗിയർ ഡൗൺ ചെയ്യുക. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് നടക്കുന്നത്. ഒരു ഡൗട്ടായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് 5th ഗിയറിൽ നിന്ന് 1st ഗിയർ വരെ നമുക്ക് ക്ലച്ച് പിടിച്ച് ഗിയർ വണ്ടി മൂവിങ് തന്നെ ഡൗൺ ചെയ്യാവുന്നു. അപ്പം അതിനേക്കാളും നല്ലതെന്ന് പറയുമ്പോഴത്തേന് ഇപ്പം എൻ്റെ വണ്ടി 4th ഗിയറിലായി. ഇപ്പം എൻ്റെ വണ്ടി 5th ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ 4th-ലായി, 3rd-ലായി, 2nd-ലായി, 1st-ലായി. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ റഫ് മാച്ചിങ് ചെയ്യുന്നത്. അപ്പം റഫ് മാച്ച് ചെയ്ത് നമുക്ക് ഗിയർ ഡൗൺ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പം എപ്പോഴും നമുക്ക് റഫ് മാച്ചിങ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ കണക്ക് തന്നെ വണ്ടി 4500 RPM മണ്ടയിലാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റഫ് മാച്ചിങ് പോസിബിളായിട്ട് വരുള്ളൂ. അതായത് കറക്റ്റായിട്ടുള്ള രീതിയിൽ റഫ് മാച്ചിങ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ആക്സിലേറ്റർ കംപ്ലീറ്റ് ഡൗൺ ചെയ്ത് ക്ലച്ച് പിടിച്ച് ഗിയർ ഡൗൺ ചെയ്യണം. ഇങ്ങനെ ചെയ്താലും മതി. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഗിയർ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്ന ഗിയർ അപ്പ് ആൻഡ് ഡൗൺ ഷിഫ്റ്റിങ്ങിനെ പറ്റി ഇത്രയൊക്കെയാണ് പറയാനായിട്ടുള്ളത്. പിന്നെ ഈ റഫ് മാച്ചിങ്ങിനെ പറ്റി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഗിയർ ബ്രേക്കിംഗ്, അതായത് ബ്രേക്കിങ്ങിൻ്റെ വീഡിയോയിൽ ഞാൻ എന്തായാലും റഫ് മാച്ചിങ്ങിനെ പറ്റിയും പറയും. അപ്പം ഇൻഡെപ്റ്റ് ആയിട്ട് റഫ് മാച്ചിങ്ങിനെ പറ്റി നമുക്ക് അപ്പോഴും നോക്കാമെന്ന് തോന്നുന്നു. ഇപ്പം ജസ്റ്റ് നിങ്ങൾ ഇതാണ് റഫ് മാച്ചിങ് എന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു വയ്ക്കുക. അപ്പം ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. ഈ ഒരു വീഡിയോ
ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വണ്ടി ഓഫായി, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഗൈസ്, കൊണ്ട് സർവീസ് സെൻറ്റർ കാണിക്കണം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ സേഫ്, റൈഡ് സേഫ് ആൻഡ് ബൂം.